കോതമംഗലം ചേലാടിന് സമീപം കള്ളാടെന്ന കൊച്ചു ഗ്രാമത്തിൽ ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നൊരു വീടുണ്ട്. ഇവിടെ എത്തിയാൽ 2 വർഷം മുൻപ് നടന്ന ഒരു അരുംകൊലയുടെ നടുക്കുന്ന കഥകൾ കേൾക്കാം. 2024 മാർച്ച് 25 പട്ടാപ്പകലാണ് സാറാമ എന്ന വീട്ടമ്മയെ കൊലപ്പെടുത്തിയത്. എന്നാൽ ആരാണ് കൊലയാളിയെന്നോ എന്തിനാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്നോ വ്യക്തമല്ല. മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ഒട്ടേറെ പേരെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഒരു തുമ്പും ലഭിച്ചില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടും അന്വേഷണം വഴിമുട്ടിയ നിലയിലാണ്. ചേലാട് കള്ളാട് സ്വദേശിനി സാറാമ ഏലിയാസ് പട്ടാപ്പകൽ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട് 2 വർഷമായിട്ടും കൊലയാളിയെ കണ്ടെത്താനായിട്ടില്ല. 2024 മാർച്ച് 25 നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കഴുത്തിനുൾപ്പെടെ വെട്ടേറ്റായിരുന്നു മരണം. കൊലപാതക സമയം സാറാമ വീട്ടിൽ തനിച്ചായിരുന്നു. ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. കവർച്ചയ്ക്കായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നിഗമനം. ലോക്കൽ പോലീസ് അന്വേഷിച്ച് ഫലമില്ലാതെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും പുരോഗതിയില്ലാത്തതിനാൽ CBI അന്വേഷണം ആവശ്യവും ശക്തമാണ്. സംശയനിഴലിലായ ചിലരെ ദിവസങ്ങളോളം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയും ആയിരക്കണക്കിന് ഫോൺ നമ്പർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ല. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത്. എന്നാൽ ഇതുവരെയും പുരോഗതിയൊന്നുമില്ലാതെ അന്വേഷണം വഴിമുട്ടിയ നിലയിലാണ്. അന്വേഷണത്തിന്റെ തുടക്കത്തിലുണ്ടായ വീഴ്ചകൾ കൊലയാളിലേക്ക് എത്തുന്നതിൽ തിരിച്ചടിയായതായി പോലീസിൽ തന്നെ വിലയിരുത്തലുണ്ട്. സമീപവാസിയായ ഏതാനും അതിഥി തൊഴിലാളികളെയും നാട്ടുകാരിൽ ചിലരെയും കേന്ദ്രീകരിച്ച് മാത്രം നടത്തിയ അന്വേഷണം കൊലയാളിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്നാണ് ബന്ധുക്കളുടെ ആക്ഷേപം.